പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് തുടക്കക്കാർക്ക് പോലും പരിശീലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിശക്തമായ മെഡിറ്റേഷൻ നമുക്കൊന്ന് പരിശീലിക്കാം. ഈ ഒരു മെഡിറ്റേഷൻ്റെ പേരെന്ന് പറയുന്നത് അതീന്ദ്രിയ മെഡിറ്റേഷനാണ്. അതീന്ദ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ട് നമ്മുടെ ബോധത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ രീതിയാണ് അതീന്ദ്രിയ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 സെൻസസ് ആണ്. ഈ 5 സെൻസസിലൂടെ മാത്രമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. പരിമിതികളെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്ന് പറയുന്നത് 20 തൊട്ട് 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദത്തെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലും താഴെയുമുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഒരു പരിധിവരെ നമുക്ക് ഗുണവുമാണ്, എന്നാൽ ഒരു പരിധിവരെ നമ്മുടെ ഒരു ലിമിറ്റേഷനുമാണ്. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ പല കാര്യങ്ങളും നമ്മളുടെ പ്രപഞ്ചത്തിൽ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ റേഡിയോ തരംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ തരംഗങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, നമ്മൾക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റും ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കാത്തത് അതിനെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ദ്രിയം നമുക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോധതലത്തിൽ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നമ്മുടെ ബോധതലം ഉയരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനശേഷി കൂടുകയും അതോടൊപ്പം ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള, അതായത് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ഗ്രഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ, സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ കൂടുതൽ അനാവരണം ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പൗരാണിക ആചാര്യന്മാരൊക്കെ അവരുടെ ബോധതലത്തെ കൂടുതൽ വികാസം പ്രാപിച്ചുകൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആ ബോധത്തെ വേർപെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു എന്നതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രവും ആയുർവേദവും അതുപോലെയുള്ള ശാസ്ത്രങ്ങൾ, ഇന്ത്യയിൽ രൂപപ്പെട്ട ശാസ്ത്രങ്ങൾ നമുക്ക് ലഭ്യമായത്. അപ്പോൾ അന്നൊന്നും നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ലായിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയത് അവരുടെ ബോധത്തിൻ്റെ വികാസത്തിലൂടെയാണ്. അപ്പോൾ ബോധത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരാൾക്കും സാധിക്കുന്നതാണ്. അതിൻ്റേതായ മാർഗ്ഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ബോധത്തെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മളൊരു ധ്യാനത്തിലേക്ക്, ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കുന്ന സമയത്ത്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിലെ ശാരീരികവും മാനസികവും വൈകാരികമായ തലങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ഒരു ടോണിക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ഗുണവിശേഷമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്നിവിടെ കുണ്ടലിനി യോഗത്തിൽ പറയുന്ന അതീന്ദ്രിയ മെഡിറ്റേഷനാണ് നമുക്കൊന്ന് പരിശീലിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിശീലിക്കാവുന്ന ഒരു ധ്യാന മാർഗ്ഗമാണ്. പക്ഷേങ്കിൽ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ധ്യാന മാർഗ്ഗം കൂടിയാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരിശീലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ നിർത്തുക, പിന്നീട് അത് തുടർന്ന് പോകാതിരിക്കുക. കാരണം നിങ്ങളിലെ ആ ധ്യാനാത്മകം സംഭവിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാപഞ്ചികമായ എനർജിയെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. പ്രാപഞ്ചികമായ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാം ഏറ്റവും സൂക്ഷ്മതലത്തിൽ എനർജി തന്നെയാണ്. നമ്മളീ ജീവിക്കുന്നത് എനർജി വേൾഡിലാണ്. നമ്മൾ ഈ മെറ്റീരിയലായിട്ട് കാണുന്നതെല്ലാം ഏറ്റവും സൂക്ഷ്മതലത്തിൽ എനർജി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയെ, ആ ഒരു സൂക്ഷ്മമായ എനർജിയെ നമ്മൾ നമ്മുടെ കൈകളിലൂടെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ വിന്യസിപ്പിച്ച്, ശരീരത്തിലൂടെ അതിനെ കടത്തിക്കൊണ്ടുപോയി അതിനെ ഭൂമിയിലേക്ക് നമ്മൾ വിന്യസിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ പരിപൂർണമായ ധ്യാനത്തിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രാപഞ്ചിക ഊർജ്ജത്തെ സ്വീകരിക്കാൻ പഠിക്കുകയും ആ പ്രാപഞ്ചിക ഊർജ്ജത്തെ കൊണ്ട് നമ്മുടെ ശരീരത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനായിട്ടുള്ള പ്രാപ്തി നേടുകയും അങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ പ്രാപഞ്ചിക ഊർജ്ജത്തെ തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്ക് വിന്യസിക്കാനുള്ള പ്രാപ്തി നേടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശാരീരികമായ തലത്തിൽ നേരിടുന്ന ഏതൊരു പ്രശ്നത്തെയും മറികടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശാരീരികമായ തലത്തിൽ നമുക്ക് നമ്മളെ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള അത്രയും ശക്തമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ ആദ്യത്തെ സെഷൻ കടന്നു പോകുന്നത്. ഇനി അത് ശാരീരികമായ തലത്തിൽ മാത്രമല്ല ആ ഒരു ക്ലെൻസിങ് നടക്കുന്നത്, മറിച്ച് നമ്മുടെ മാനസികമായ തലത്തിലും നമ്മുടെ വൈകാരികമായ തലത്തിലും ആ ഒരു ക്ലെൻസിങ് നടക്കും എന്നുള്ളതാണ് ഈ ഒരു മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതിശക്തമായ ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശീലിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈകാരിക തലങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും. അതുപോലെ മാനസികമായ തലത്തിൽ നമ്മൾ വളരെ ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനായിട്ട് ഈ ഒരു പ്രാപഞ്ചിക എനർജി നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ ഈ ഒരു ധ്യാനത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾ ഒരു സ്വസ്ഥമായ ശാന്തമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അവിടെ ഒരു കുഷനോ ഒരു ഷീറ്റോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ സുഖകരമായിട്ടിരിക്കുക. സുഖകരമായ ഒരു ആസനം തിരഞ്ഞെടുത്ത് ഒരു സുഖകരമായ ആസനത്തിൽ ശരീരത്തെ സുഖമാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആസനത്തെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ ഒരു ആസനത്തിൽ ഇരിക്കുക. കൈകളിൽ ചിന്മുദ്ര പിടിച്ച് വെക്കുക. ചിന്മുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുവെല്ലും തള്ളവെല്ലും കൂട്ടിപ്പിടിക്കുക. രണ്ട് കൈകളിലും ചിന്മുദ്ര പിടിച്ച് കാലിൻ്റെ മുട്ടുമേൽ നമുക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 7 തവണ ഡീപ്പ് ബ്രീത്ത് ചെയ്ത് നിങ്ങൾ സ്വയം റിലാക്സ് ആകുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ റിലാക്സ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കുന്നതാണ്. ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി ഉള്ളിലേക്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് ഒരു 7 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്ത് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശ്വാസത്തിൽ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനത്തിൽ ദീർഘമായി ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നമുക്ക് എണീറ്റ് നിൽക്കാം. എണീറ്റ് നിന്നുകൊണ്ട് കൈകൾ ഈ രീതിയിൽ, അതായത് ശരിക്കും നമ്മളുടെ ഷോൾഡറിൻ്റെ ഒപ്പം കൈകൾ വരണം. നമ്മുടെ കൈപ്പത്തി മുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയും വേണം. അതിനുശേഷം നമ്മുടെ തല ഒരല്പം പിന്നിലേക്ക് ചരിച്ച് വെക്കുക. തല ഒരല്പം പിന്നിലേക്ക് ചരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ വാ ഒരു കുപ്പിയുടെ വാ പോലെ ഒരല്പം തുറന്ന് വെക്കുക. വാ ഒരു അല്പം തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ കൈകളിലേക്ക് മാത്രം ശ്രദ്ധ അടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ നിൽക്കാവുന്നതാണ്. അങ്ങനെ ഒരു അല്പസമയം നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്ക് ഒരു വലിയ ഒരു എനർജിയുടെ പ്രവാഹം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു എനർജി നമ്മുടെ ശരീരം മുഴുവൻ പടർന്ന് ശരീരം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നമുക്ക് കൈകൾ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ശരീരം മുഴുവൻ ആ ഒരു പ്രാപഞ്ചികമായ എനർജി കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ നിറഞ്ഞ് തുളുമ്പി നമ്മുടെ ശരീരം മുഴുവൻ ആ എനർജി ഫില്ലായി കഴിയുമ്പോൾ നമ്മുടെ കൈകൾ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു ഭാരം നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ആ ഭാരം അനുഭവപ്പെടുമ്പോൾ, അതായത് കൈകൾ നമുക്ക് ഇനി ഒട്ടും തന്നെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഭാരം അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഈ രീതിയിൽ മുട്ടക്കുത്തി തറയിലേക്ക് ഇരുന്നുകൊണ്ട് നമ്മൾ 2 കൈകളും ഈ രീതിയിൽ ഭൂമിയിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ നെറ്റി ആ കൈയിലേക്ക് മുട്ടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ആ എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയിലേക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് ആ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് ശരീരത്തെ പരിപൂർണമായി ക്ലെൻസ് ചെയ്തുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമുക്ക് പരിപൂർണമായി ക്ലെൻസ് ചെയ്തുകൊണ്ട് ആ ഒരു എനർജിയെ നമുക്ക് ഭൂമിയിലേക്ക് വിന്യസിക്കാവുന്നതാണ്, ഭൂമിയിലേക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എനർജി ഭൂമിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പോസ് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പുതിയൊരു ഊർജ്ജവും പുതിയൊരു ശാന്തതയും അനുഭവപ്പെടും. നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആവും. അങ്ങനെ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ശരീരം റിലാക്സ്ഡ് ആയെന്ന് തോന്നുമ്പോൾ, ശരീരവും മനസ്സും കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ സുഖാസനത്തിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആസനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിലേക്ക് പോവുക. ധ്യാനത്തിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുകളടച്ച് കൈകളിൽ ചിന്മുദ്ര വെച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പോവുക. ധ്യാനത്തിലേക്ക് പോകുക എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതെ നിശ്ചലമായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ, അമിതമായ ചിന്തകൾ വരുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട്, അതായത് ചിന്തകളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്നത് പോലെ ആ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായി ശാന്തമായി അനങ്ങാതെ സുഖകരമായി ആ ഒരു ആസനത്തിൽ കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ ആ ചിന്തകളിൽ മാത്രം വെക്കുക. അങ്ങനെ ആ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പരിപൂർണമായ റിലാക്സേഷനോടെ നമുക്ക് അവിടെ ഇരിക്കാം. ശരീരം ഇപ്പോൾ കംപ്ലീറ്റായിട്ട് ക്ലെൻസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും കംപ്ലീറ്റായിട്ട് ശൂന്യമാണ്. ആ ശൂന്യമായ മനസ്സോടെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് ആ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുക. നമ്മളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാമോ അത്ര സമയം നിങ്ങൾ ആ ധ്യാനത്തിൽ ഇരിക്കുക. നമ്മൾ എത്ര കൂടുതൽ സമയം ധ്യാനത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നോ അത്രയധികം ഒരു എനർജിയും അത്രയധികം ശാന്തതയും അത്രയധികം ഒരു ആനന്ദവും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ആനന്ദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയെ നമുക്ക് സമർപ്പണം ചെയ്യാം. അങ്ങനെ എനർജിയെ കൊണ്ട് ശരീരത്തെ മനസ്സിനെ ക്ലെൻസ് ചെയ്തതിന് ശേഷം പരിപൂർണമായ ധ്യാനത്തിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. ആ ധ്യാനം ചിലപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 2-3 മണിക്കൂർ നേരം നീണ്ടുപോയി വരും. എത്ര നേരമാണോ അത്ര നേരം അത് നീണ്ടുപോകട്ടെ. നിങ്ങൾ ആ ധ്യാനത്തിൽ നിന്ന് ഉണരാനായിട്ട് ശ്രമിക്കേണ്ട. തനിയെ ഉണരുന്ന സമയത്ത് ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രം മതി. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കൈകളൊക്കെ ഒന്ന് കൂട്ടിത്തിരുമ്മി കണ്ണും മുഖമൊക്കെ തുടച്ച് റിലാക്സ് ആയിട്ട് എണീക്കുക.
അപ്പോൾ ഇതാണ് ഈ ഒരു മെഡിറ്റേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ്. അതായത് ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഈ ഒരു മെഡിറ്റേഷനോടെ കടന്നു പോകാനായിട്ട് സാധിക്കും. ഇത് കൃത്യമായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അതീന്ദ്രിയമായിട്ടുള്ള ബോധം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അതുമാത്രമല്ല ശരീരവും മനസ്സും ഒക്കെ വളരെ ശാന്തമായി തീരും. അതിശക്തമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണിത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായിട്ട് പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കാം. തെറ്റായിട്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് ഇത് പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അങ്ങേയറ്റം ഉയർന്ന രീതിയിലേക്ക് മാറ്റുവാനായിട്ടും അങ്ങനെ പരിപൂർണമായും സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.